വ്യോമസേനയിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴി തെളിയുകയാണ്. പതിറ്റാണ്ടുകളായി നമ്മുടെ ആകാശത്തിന് കാവലൊരുക്കിയ റഷ്യൻ വിമാനങ്ങൾക്ക് പകരം ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ 6ാം തലമുറ സാങ്കേതിക വിദ്യയ്ക്കായി ഇന്ത്യ ഇപ്പോൾ കൈകോർക്കുകയാണ്. റഷ്യയുടെ 5ാം തലമുറ വിമാനമായ സുഖോയ് 57 വേണ്ടെന്ന് വെച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ അത്യാധുനിക യുദ്ധ വിമാന പദ്ധതികളിൽ പങ്കാളികളാകാനുള്ള ഇന്ത്യയുടെ ഈ നീക്കം ആഗോള പ്രതിരോധ രംഗത്തെ പുതിയ തന്ത്രപരമായ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമായ ഈ പിന്മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യ ലക്ഷ്യമിടുന്ന പുതിയ തന്ത്രങ്ങൾ എന്താണ്? നമുക്ക് നോക്കാം. റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായി അറിയപ്പെടുന്ന സുഖോയ് 57 പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള ഇന്ത്യയുടെ തീരുമാനം പ്രതിരോധ വിദഗ്ധർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുകയാണ്. യഥാർത്ഥ സ്റ്റെൽത്ത് ശേഷിയോ നൂതനമായ സെൻസർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയോ ഈ വിമാനത്തിന് ഇല്ലെന്ന ഇന്ത്യൻ വ്യോമസേനയുടെ വിലയിരുത്തലാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. 2018 തന്നെ ഈ സംയുക്ത പദ്ധതിയിൽ നിന്നും ഇന്ത്യ അകലം പാലിക്കാൻ തുടങ്ങിയിരുന്നു. റഷ്യ പിന്നീട് അത്യാധുനികമായ എഞ്ചിനുകളും മറ്റ് സാങ്കേതിക പരിഷ്കാരങ്ങളും വാഗ്ദാനം ചെയ്തെങ്കിലും ഇന്ത്യയുടെ വിശ്വാസം നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇതിനു പുറമെ നിലവിൽ ഉപയോഗിക്കുന്ന റഷ്യൻ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി സ്പെയർ പാർട്സുകൾ ലഭിക്കുന്നതിലെ തടസ്സങ്ങളും വർദ്ധിച്ചു വരുന്ന അപകട നിരക്കും റഷ്യൻ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പുനർചിന്ത നടത്താൻ ഇന്ത്യയെ നിർബന്ധിതരാക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി കരുത്ത് നിർണ്ണയിക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ 2 6ാം തലമുറ യുദ്ധവിമാന പദ്ധതികളാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ബ്രിട്ടൻ, ഇറ്റലി, ജപ്പാൻ എന്നിവർ സംയുക്തമായി വികസിപ്പിക്കുന്ന ടെമ്പസ്റ്റ് പദ്ധതിയാണ് ഇതിൽ ആദ്യത്തേത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലേസർ ആയുധങ്ങൾ, ഡ്രോൺ ശൃംഖലകളെ നിയന്ത്രിക്കാനുള്ള ശേഷി എന്നിവ സമന്വയിപ്പിക്കുന്ന ഈ വിമാനം യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കും. ഇതിന് പകരമായി ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ FCAS ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം എന്ന സംരംഭത്തെയും ഇന്ത്യ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. ഏകദേശം 15 മുതൽ 19 ബില്യൺ ഡോളർ വരെ നിക്ഷേപം ആവശ്യമുള്ള ഈ പദ്ധതികളിൽ ഏതെങ്കിലും ഒന്നിൽ പങ്കാളിയാകുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനും വരും പതിറ്റാണ്ടുകളിൽ ആകാശത്ത് അജയ്യമായ മേധാവിത്വം ഉറപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കും. വിദേശ വിമാനങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ വിമാനമായ AMCയെ വികസിപ്പിക്കുന്നതിലും രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഫ്രഞ്ച് നിർമ്മിത റഫാൽ വിമാനങ്ങൾ ഇതിനകം തന്നെ വ്യോമസേനയുടെ കരുത്ത് കൂട്ടിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതിക വിദ്യ കൈമാറി കിട്ടുന്നതിലൂടെ നമ്മുടെ സ്വന്തം നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പഴയ MiG-21 വിമാനങ്ങൾ കഴിഞ്ഞ വർഷം വിരമിച്ചു. ജാഗ്വാർ വിമാനങ്ങളും ഘട്ടഘട്ടമായി വിരമിക്കാൻ തുടങ്ങുകയാണ്. ഇതിന് പകരമായി തേജസ് മാർക്ക് 1A വിമാനങ്ങൾ എത്താൻ വൈകുന്നത് സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറയുന്നതിന് കാരണമാകുന്നു. ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ഇത്തരം അത്യാധുനിക വിമാനങ്ങൾ ഉടൻ തന്നെ ഇന്ത്യക്ക് അനിവാര്യമാണ്. റഷ്യയുമായുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രതിരോധ മേഖലയിൽ കൂടുതൽ രാജ്യങ്ങളുമായി സഹകരിച്ച് മുന്നേറാനാണ് ഇന്ത്യയുടെ തീരുമാനം. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഈ സഹകരണം യാഥാർത്ഥ്യമായാൽ 2040ഓടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമശക്തിയായി മാറും. ചുരുക്കത്തിൽ റഷ്യയുടെ സുഖോയ് 57 എന്ന 5ാം തലമുറ വിമാനത്തേക്കാൾ ഉപരിയായി ലോകത്തെ ഏറ്റവും വികസിത 6ാം തലമുറ സാങ്കേതിക വിദ്യയിലേക്ക് ചുവടുവയ്ക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇത് കേവലം ഒരു ആയുധം വാങ്ങൽ മാത്രമല്ല, മറിച്ച് വരും പതിറ്റാണ്ടുകളിൽ ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കണമെന്ന കൃത്യമായ പ്രഖ്യാപനമാണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഈ സഹകരണം യാഥാർത്ഥ്യമായ 2040ഓടെ ഏഷ്യയിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമശക്തിയായി ഇന്ത്യ മാറുമെന്നതിൽ സംശയമില്ല.